Hi dear ones, welcome to ടോസ് അക്കാഡമി. പരീക്ഷ അടുത്തെത്താറാകുമ്പോൾ ഇതുവരെ പ്രിപ്പയർ ചെയ്തവരും പ്രിപ്പറേഷൻസ് പെർഫെക്റ്റ് അല്ലാത്തവരും അന്വേഷിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ പഠിച്ച് ഈ പരീക്ഷ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് അന്വേഷിക്കുന്നത്. സോ സെറ്റ് ഇംഗ്ലീഷിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു 25 ഡേയ്സ് കൊണ്ട് ഒരു 25 ടോപ്പിക്സ് കവർ ചെയ്ത് നിങ്ങൾക്ക് എക്സാം ഒരു കോൺഫിഡൻസ് ലെവലിൽ എങ്ങനെ എഴുതാൻ സാധിക്കും എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ നമുക്ക് ടോപ്പിക് 1 അല്ലെങ്കിൽ നമ്മുടെ സെറ്റിന്റെ സിലബസ്, ഇംഗ്ലീഷ് സെറ്റിന്റെ സിലബസ് ബിഗിൻ ചെയ്യുന്നത് തന്നെ യൂണിറ്റ് 1 ചോസറിന്റെ ഒരു ബിഗിനിങ്ങിലാണ് നമ്മുടെ സിലബസ് ആരംഭിക്കുന്നത് തന്നെ. നമുക്ക് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു റൈറ്ററാണ് ചോസർ എന്ന് പറയുന്നത്. ചോസറും ചോസറിന്റെ കണ്ടംപററീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. ചോസർ, ഗവർ, വില്യം ലാംഗ്ലാൻഡ് ഇവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. അതിൽ ചോസറിന്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സിന്റെ ഒരു ക്യാരക്ടേഴ്സ് ചോദിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആ വർക്ക്സിന്റെ ട്രാൻസ്ലേഷൻസ് ചെയ്തത് ചോസറിന്റെ ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു, ചോസർ ഏത് വർക്കിലാണ് ജോൺ ഗവറെ മോറൽ ഗവർ എന്ന് വിളിച്ചത്, അങ്ങനെ പല പല രീതിക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് ചോസറിന്റെ ഓരോ വർക്ക്സിന്റെയും ജസ്റ്റ് ഒരു ബ്രീഫ് സമ്മറി 1 or 2 ലൈൻസിലെങ്കിലും നിങ്ങൾ ആ സമ്മറി നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ ചോസറിന്റെ മറ്റു വർക്ക്സിന്റെ സമ്മറി നമ്മൾ 1 or 2 ലൈൻസിൽ നിർത്തുമ്പോൾ ചോസറിന്റെ പ്രൊലോഗ് ടു ദ കാന്റംബറി ടെയിൽസിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നിങ്ങൾ നടത്തേണ്ടത്. കാരണം അതിലെ 29 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മിഡിൽ ഇംഗ്ലീഷ് ആ ഒരു ടൈം എന്താണ്, അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ്. നമുക്ക് ആ ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മിഡിൽ ഇംഗ്ലീഷ് ഏജ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു വർക്കാണ് ചോസറിന്റെ പ്രൊലോഗ് ടു ദ കാന്റംബറി ടെയിൽസ്. എപ്പോഴും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദ്യം വരുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ ടോപ്പിക് 1 ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് ചോസറും ചോസറിന്റെ കണ്ടംപററീസും അതുപോലെ പ്രൊലോഗ് ടു ദ കാന്റംബറി ടെയിൽസും. ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഇരുന്ന് പഠിക്കുവാണെങ്കിൽ, കൃത്യമായ ഒരു ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ധാരാളമാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഷേക്സ്പിയർ ആണ്. ഷേക്സ്പിയറിന്റെ പ്ലേ, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ട്രാജഡീസ്, കോമഡീസ്, അതിന്റെ ക്യാരക്ടർ ലിസ്റ്റ്, ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷൻസ്, ഷേക്സ്പിയർ വർക്ക്സിന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ലൈൻസ്, ഇത് ഒറ്റ ദിവസം കൊണ്ട് തീരും എന്നുള്ളത് ഞാൻ പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ വളരെ സമയം കുറവാണ് എങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾക്ക് എപ്പോഴും ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കളക്ട് ചെയ്തതിനു ശേഷം ഷേക്സ്പിയറിന്റെ എപ്പോഴും ആവർത്തിച്ച് വരുന്ന കുറച്ച് വർക്ക്സ് ഉണ്ട്. ഹാംലെറ്റ്, മാക്ബത്ത്, ജൂലിയസ് സീസർ, കിങ് ലിയർ, ഒഥെല്ലോ, ട്വൽത്ത് നൈറ്റ്, ആസ് യു ലൈക്ക് ഇറ്റ്, അങ്ങനത്തെ കുറച്ച് വർക്ക്സ് നമുക്ക് എപ്പോഴും സെറ്റിന്റെ പരീക്ഷയ്ക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ആ വർക്ക്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിനകത്തുനിന്ന് കോമഡീസും ട്രാജഡീസും സെപ്പറേറ്റ് ചെയ്യുക. ട്രാജഡീസ് രാവിലെ അല്ലെങ്കിൽ കോമഡീസ് രാവിലെ, എങ്ങനെയായാലും നിങ്ങളുടെ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ഇതിന്റെ ഒരു ക്യാരക്ടർ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷൻസ് പഠിക്കുക. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ലൈൻസ് നോക്കി വെക്കുക. അങ്ങനെ നമ്മളൊരു സിസ്റ്റമാറ്റിക് പ്ലാൻ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമുക്കൊരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ടോപ്പിക് നമ്പർ 3 and 4 ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മെറ്റഫിസിക്കൽ പോയിട്രിയും ട്രാൻസിഷണൽ പോയിട്രിയുമാണ്. അതേപോലെ അലക്സാണ്ടർ പോപ്പിന്റെയും ഡ്രൈഡന്റെയും വർക്ക്സ് ആണ്. മെറ്റഫിസിക്കൽ പോയിട്രിയിൽ നമ്മൾ ജോൺ ഡണ്ണിനെയും ആൻഡ്രൂ മാർവെലിനെയും അങ്ങനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ലിസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പൊ ജോൺ ഡണ്ണിന്റെ ആണെങ്കിൽ ടു ഹിസ് നമ്മുടെ കാനണൈസേഷനും ആൻഡ്രൂ മാർവെലിന്റെ ടു ഹിസ് കോയ്മിസ്ട്രസും, ആ രണ്ട് വർക്ക്സിന്റെ ഡീറ്റെയിൽ സമ്മറി. പിന്നെ അത്യാവശ്യം ആരാണ് മെറ്റഫിസിക്കൽ പോയിറ്റ്സ്, ഗ്രൂപ്പിലുള്ളവർ ആരൊക്കെയാണ്, അവരുടെ മറ്റു പ്രധാനപ്പെട്ട വർക്ക്സ് നോക്കി തീർക്കുക. പിന്നെ ട്രാൻസിഷണൽ പോയിട്രിയിലേക്ക് പോവുക. അതുപോലെ തന്നെ പോപ്പിന്റെയും ഡ്രൈഡന്റെയും ഫേമസ് ആയിട്ടുള്ള വർക്ക്സിന്റെ ഒക്കെ ഒരു അനാലിസിസ് നടത്തി വെക്കുക. നമുക്ക് 2 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ടോപ്പിക് നമ്പർ 5 and 6 നമുക്കുള്ളത് ഏർലി റൊമാൻറ്റിക്സും അതുപോലെ ലേറ്റർ റൊമാൻറ്റിക്സുമാണ്. ഏർലി റൊമാൻറ്റിക്സ് നമുക്ക് 2 ദിവസം വേണം റൊമാൻറ്റിക് ഏജ് നമ്മൾ കംപ്ലീറ്റ്ലി നമുക്കൊന്ന് റിവൈസ് ചെയ്ത് വരണമെങ്കിൽ.
അതിൽ ഏർലി റൊമാൻറ്റിക്സ് ആയിട്ട് നമ്മൾ നോക്കുന്നത് വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, വേർഡ്സ്വർത്തിന്റെയും കോളറിഡ്ജിന്റെയും വർക്ക്സ്. എപ്പോഴും തന്നെ വേർഡ്സ്വർത്തിന്റെയും കോളറിഡ്ജിന്റെയും വർക്ക്സിന്റെ ലൈൻസ് ഒക്കെ കോട്ട് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. ദെൻ സെക്കൻഡ് ഡേയിൽ ലേറ്റർ റൊമാൻറ്റിക്സ് ആയിട്ടുള്ള ബൈറൺ, ഷെല്ലി, കീറ്റ്സ്, അതുപോലെ മറ്റ് റൊമാൻറ്റിക് പോയിറ്റ്സിന്റെയും റൈറ്റേഴ്സിന്റെയും ഒക്കെ വർക്ക്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം റൊമാൻറ്റിക് ഏജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നമുക്ക് പ്രിപ്പയർ ആവാനായിട്ട് സാധിക്കും. ടോപ്പിക് നമ്പർ 7 and 8 എന്ന് പറയുന്നത് വിക്ടോറിയൻ പോയിട്രിയും വിക്ടോറിയൻ ഡ്രാമയും രണ്ടും നമുക്ക് പ്രാധാന്യമുള്ള ഏരിയാസ് ആണ്. വിക്ടോറിയൻ പോയിട്രിയിലാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഫേമസ് വിക്ടോറിയൻ പോയിറ്റ്സും അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സും, അത്യാവശ്യം ആ വർക്ക്സിന്റെ ഓപ്പണിംഗ് ലൈൻസ്, ക്ലോസിംഗ് ലൈൻസ്, ഓഫ് കോട്ടഡ് ലൈൻസ്, അതുപോലെ അതിന്റെ ഒരു തീംസ്, അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ഇപ്പൊ മാത്യു ആർണൽഡ് ഒക്കെ ആണെങ്കിൽ ആർണൽഡിന്റെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, ടവർ ബീച്ച് എന്ന് പറയുന്ന പോയം, അങ്ങനത്തെ കുറച്ച് പോയിംസ് നോക്കി വെക്കാം. വിക്ടോറിയൻ ഡ്രാമ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് ഡേയിലേക്ക് ഒരു ദിവസം വേണം വിക്ടോറിയൻ പോയിട്രി നമുക്ക് കംപ്ലീറ്റ്. ഒരു ദിവസം പെർഫെക്റ്റ്ലി നമുക്ക് തികയത്തില്ല, അത്രയും നമുക്ക് നോക്കാനുണ്ട്. ദെൻ വിക്ടോറിയൻ ഡ്രാമ, ഫേമസ് ആയിട്ടുള്ള വിക്ടോറിയൻ ഡ്രമാറ്റിസ്റ്റുകൾ, അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്, ആ വർക്ക്സിലെ ക്യാരക്ടർ പ്രിപ്പറേഷൻ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതിനകത്ത് എപ്പോഴും തന്നെ കോട്ട് ചെയ്യുന്ന വർക്ക്സ് ഉണ്ട്. ആ വർക്ക്സിന്റെ ഓപ്പണിംഗ് ലൈൻസ്, ക്ലോസിംഗ് ലൈൻസ്, അതേപോലെ തീം, അതിന്റെ സെറ്റിങ്സ്, അതിലെ എന്താ പറയുക ക്യാരക്ടർ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിനകത്ത് ആരാണ് ഹീറോ, ആരാണ് വില്ലൻ, ലേഡി ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അങ്ങനത്തെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ദെൻ വിക്ടോറിയൻ നോവൽസ്, നമുക്ക് വിക്ടോറിയൻ ഡ്രാമ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വിക്ടോറിയൻ നോവൽസ് എന്ന് പറയുന്നത്. സോ ഫേമസ് ആയിട്ടുള്ള വിക്ടോറിയൻ നോവൽസ്, നോവലിസ്റ്റുകൾ, അവരുടെ ഇമ്പോർട്ടന്റ് വർക്ക്സ്, അതിലെ ക്യാരക്ടേഴ്സ്, സെറ്റിങ്സ്, തീംസ്, ഈ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് നോക്കണം. Then topic number 10, 11, 12 ആയിട്ട് നമ്മൾ വാർ പോയിട്രി, മോഡേണിസ്റ്റ് പോയിട്രി, മൂവ്മെന്റ് പോയിട്രി. വാർ പോയിട്രി നിങ്ങൾക്കറിയാം, എപ്പോഴും ചോദ്യം വരാറുണ്ട്. സിഗ്ഫ്രിഡ് സസൂദിന്റെയും അതുപോലെ സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു പോയം, വിൽഫ്രഡ് ഓവന്റെ, അങ്ങനത്തെ പോയിംസ് ഒക്കെ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസിൽ കാണുന്നതാണ്. അതുപോലെ മോഡേണിസ്റ്റ് പോയിട്രി, TS എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡ് ഒക്കെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് നിങ്ങൾ എടുക്കണം. അതേപോലെ മൂവ്മെന്റ് പോയിട്രി, ഫിലിപ്പ് ലാക്കിന്റെ ചർച്ച് ഗോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിട്രി, മൂവ്മെന്റ് പോയിറ്റ്സ് ആരൊക്കെയാണ്, ആ മൂവ്മെന്റ് പോയിറ്റ്സിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണ് നോക്കണം. നമ്മൾ മോഡേണിസ്റ്റ് പോയിട്രിയിൽ ഞാൻ പറഞ്ഞിരുന്നു വേസ്റ്റ് ലാൻഡ് ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിനുള്ള ഒരു ടൈം ആ ഒരു ഗ്യാപ്പിൽ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ദിവസം TS എലിയറ്റിന്റെ വർക്ക്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം എലിയറ്റിന്റെ വർക്ക്സ് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ലവ് സോങ് ഓഫ് ജെ, ആൽഫ്രഡ് പ്രുഫോക്ക്, അതുപോലെ വേസ്റ്റ് ലാൻഡ്, ഇതൊക്കെ നമുക്കൊരു ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് തന്നെ നമുക്ക് എടുക്കേണ്ട വർക്ക്സ് ആണ്. അതിൽ വേസ്റ്റ് ലാൻഡ് നിങ്ങൾ നിർബന്ധമായിട്ടും എടുക്കണം. വേസ്റ്റ് ലാൻഡിന്റെ സെക്ഷൻസ് എത്ര, ഓരോ സെക്ഷൻസിലെ ലൈൻസ്, ഓരോ സെക്ഷൻസിൽ വരുന്ന ക്യാരക്ടേഴ്സ്, ഓരോ സെക്ഷൻസിന്റെ റെഫറൻസുകൾ, അത് ഭയങ്കര നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വെർജീനിയ വൂൾഫിന്റെ പ്രൂസും വെർജീനിയ വൂൾഫിന്റെ ഫിക്ഷണൽ വർക്ക്സും. വെർജീനിയ വൂൾഫിന്റെ പ്രൂസ് എത്രത്തോളം ഫിക്ഷണൽ വർക്ക്സും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് സെറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുള്ളവർക്കും അറിയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ടു ദ ലൈറ്റ് ഹൗസ്, ഇതൊക്കെ മിസസ് ഡാലവേ, ഇതൊക്കെ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരും അല്ലെ. ടു ദ ലൈറ്റ് ഹൗസിലെ ക്യാരക്ടേഴ്സ് ആരാണ്, രാമസ്വാമി, അല്ലെങ്കിൽ ഈ പറയുന്നുണ്ട് അതിന്റെ എത്ര സെക്ഷൻസ് ഉണ്ട്, അങ്ങനെ. പിന്നെ ജെയിംസ് ജോയ്സിന്റെ വർക്കും, ജെയിംസ് ജോയ്സിന്റെ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, സ്റ്റീഫൻ എഡാലസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു വർക്ക്, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നല്ല സമയമെടുത്ത് തന്നെ നിങ്ങൾ കവർ ചെയ്യേണ്ട ഒരു പോർഷൻസ് ആണ് ഇത്രയും എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് നിങ്ങൾ എടുക്കേണ്ട ഒരു 16th ടോപ്പിക്കാണ് അമേരിക്കൻ ലിറ്ററേച്ചർ. അമേരിക്കൻ ലിറ്ററേച്ചറിൽ അമേരിക്കൻ റൊമാൻറ്റിക് മൂവ്മെന്റ്സ്, അതുപോലെ ഫേമസ് റൈറ്റേഴ്സ്, അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ്, തോറോ, വാൽഡൻ, വോൾട്ട് വിറ്റ്മാൻ, ഇവരുടെയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ്, അതിന്റെ ഒരു റെപ്രസെന്റേഷനും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നുള്ളത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു ഏരിയ ആണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതിലെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ്, അവരുടെ ഇമ്പോർട്ടന്റ് വർക്ക്സ് നോക്കണം. പിന്നെ ലിംഗ്വിസ്റ്റിക്സ്, എപ്പോഴും നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻസ് വരുന്ന, എന്നാൽ നമുക്ക് മാർക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിക്സ് നിങ്ങൾ നോക്കേണ്ടത് കീ ടേംസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്, എക്സ്പൊണൻസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്, ആ എക്സ്പൊണൻസിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്, ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. ഇങ്ങനെ ഭയങ്കര നമുക്കൊന്ന് കോംപ്ലിക്കേറ്റഡ് ലെവൽ, ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവലിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ലാങ്, പരോള്, പിജിന്, അതുപോലെ ക്രയോള്, രജിസ്റ്റർ, സ്ലാങ്, ഡയലക്റ്റ്, ഇങ്ങനത്തെ കുറച്ച് കീ ടേംസ് ഉണ്ട്. അത് ഉറപ്പായിട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം.
ഇത് ജസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഇത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ദ വേരിയേഷൻ ഓഫ് എ ലാംഗ്വേജ് അക്കോർഡിംഗ് ടു ദ പ്രൊഫഷണൽ വേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ലാംഗ്വേജ് വേരിയേഷൻ പറയുന്ന പേരാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. മെഡിക്കൽ പ്രൊഫഷൻ ആയിക്കോട്ടെ, ലീഗൽ പ്രൊഫഷൻ ആയിക്കോട്ടെ, ജേർണലിസ്റ്റ്, അവരുടെ ഓരോ പ്രൊഫഷൻ വൈസ് അവർ ഉപയോഗിക്കുന്ന ടേംസിനോ കാര്യങ്ങൾക്കും വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ടേംസും ഇങ്ങനത്തെ ബ്രാഞ്ചസും അതുപോലത്തെ ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ പെഡഗോജിക്കൽ ടോപ്പിക്, നമ്മൾ ശരിക്കും സെറ്റ് പരീക്ഷ എഴുതുന്നത് തന്നെ നമുക്കൊരു +2 ലെവൽ ടീച്ചറിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് അല്ലേ. അപ്പൊ എത്രത്തോളം നമ്മൾ ലാംഗ്വേജ് ടീച്ചേഴ്സ് ആയിട്ട് പോകുന്നത് കാരണം നമ്മൾ എത്രത്തോളം ലാംഗ്വേജ് ടീച്ചിങ്ങിൽ കോമ്പീറ്റന്റ് ആണ് എന്ന് അറിയാനായിട്ട് പെഡഗോജിക്കൽ ആസ്പെക്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പെഡഗോജി പലർക്കും എളുപ്പമായിരിക്കും, കാരണം ബി എഡിനൊക്കെ പഠിച്ചിട്ടുള്ള ഏരിയാസ് ആയത് കാരണം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ മെത്തേഡ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, തിയറീസ് റിലേറ്റഡ് ടു ലാംഗ്വേജ് ടീച്ചിങ്, അതുപോലെ ഇവാലുവേഷൻ സിസ്റ്റം, സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, നമ്മുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, റെമഡിയൽ ടീച്ചിങ്, മൈക്രോ ടീച്ചിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതിയാകും. പിന്നെ ക്രിറ്റിസിസം ഏരിയ, നമ്മുടെ സെറ്റിന്റെ സിലബസ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് തന്നെ യൂണിറ്റ് 6-ലെ നമ്മുടെ ക്ലാസിക്കൽ ക്രിറ്റിസിസവും അതേപോലെ മോഡേൺ ക്രിറ്റിസിസവുമാണ്. അപ്പോൾ ക്ലാസിക്കൽ ക്രിറ്റിസിസം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ, ലോഞ്ചൈനസ്, ഇങ്ങനത്തെ ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ നമ്മൾ നോക്കണം. അതിനൊപ്പം തന്നെ എമേർജിംഗ് കൺസെപ്റ്റ്സ് ആൻഡ് മൂവ്മെന്റ്സ് ഇൻ ക്രിറ്റിസിസത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എമേർജിംഗ് കൺസെപ്റ്റ്സ്. ഇപ്പോൾ ഇക്കോ ഫെമിനിസം ഒക്കെ ചോദിക്കാറുണ്ട്, പക്ഷെ ഇപ്പോൾ ഇക്കോ ഫെമിനിസം ഒക്കെ ഇപ്പോൾ മാറി ഇക്കോ മാസ്കുലിനിസം പോലത്തെ പുതിയ ടേംസിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ എമേർജിംഗ് കൺസെപ്റ്റ്സും മൂവ്മെന്റ്സും നോക്കണം. ന്യൂ കൺസെപ്റ്റ്സ് ഓഫ് ക്രിറ്റിസിസം, നമുക്കറിയാം ക്രിറ്റിസിസം വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. പക്ഷെ അതിൽ നമ്മൾ രണ്ടും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓൾഡ് കൺസെപ്റ്റ്സും ന്യൂ കൺസെപ്റ്റ്സും നമ്മൾ ഫോക്കസ് ചെയ്യണം. നമുക്കിപ്പോൾ അരിസ്റ്റോട്ടലിനെയും ലോഞ്ചൈനസിനെയും സിഡ്നിനെയും ഒക്കെ പരിചയമുള്ളതുപോലെ തന്നെ ന്യൂ ക്രിറ്റിക്സിനെയും ന്യൂ കൺസെപ്റ്റ്സ് ഓഫ് ക്രിറ്റിസിസവും ചെക്ക് ചെയ്യണം. ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ ആർ കൺസെപ്റ്റ്സ് അസോസിയേറ്റഡ് വിത്ത്. ഇതിന്റെ ആൻസർ വരുന്നത് മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിക് തിയറിയാണ്. മാർക്സിസ്റ്റ് ലിറ്റററി തിയറിയാണ് ഈ പറയുന്ന കൺസെപ്റ്റ്സ് ഫോം ചെയ്യുന്നത്, ബേസ് സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും ഒക്കെ. അപ്പോൾ നമ്മൾ ഈ മാർക്സിസ്റ്റ് ക്രിറ്റിസിസം, അതുപോലെ ഇപ്പോഴത്തെ ന്യൂ ക്രിറ്റിസിസം ആയിട്ടുള്ള ന്യൂ ഹിസ്റ്റോറിസിസം, എക്കോ ഫെമിനിസം, അതൊക്കെ നമ്മൾ ഡീൽ ചെയ്യണം. കാരണം എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചിലപ്പോൾ ഇതിന്റെ പൈനിയർ ആരാണെന്നോ അല്ലെങ്കിൽ ഇതുപോലെ അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ കൺസെപ്റ്റ്സുകളെ കുറിച്ച് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ ഇതിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകളെ കുറിച്ച് ചോദിക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു ടീമിൽ വരുന്ന ആൾക്കാരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പേര്. അങ്ങനത്തെ ന്യൂ കൺസെപ്റ്റ്സ് ഓഫ് ക്രിറ്റിസിസം, ന്യൂ ട്രെൻഡ്സ് ഓഫ് ക്രിറ്റിസിസം എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം. Who among the four given below is a strong advocate of new historicism? നമുക്കറിയാം സ്റ്റീഫൻ ഗ്രീൻവാൾഡ് is the right answer. നമ്മള് who is the father of new historicism theory എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഗൂഗിൾ ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുവാണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എ ക്രിട്ടിക്കൽ അപ്രോച്ച് ഡെവലപ്ഡ് ഇൻ 1980s through the works of Foucault and Stephen Greenwald, similar to Marxism. നമുക്ക് സ്റ്റീഫൻ ഗ്രീൻവാൾഡിന്റെ പേര്, ഒരു അമേരിക്കൻ സ്കോളർ ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പേര് നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്നത് ഈ ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിറ്റററി അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ന്യൂ കൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. റൈറ്റേഴ്സ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ലിറ്റററി വർക്ക്സ്, നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം, ഈ ഒരു കൺസെപ്റ്റ്, ലിറ്റററി വർക്ക്സിന്റെ റൈറ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി വർക്ക്സിന്റെ റൈറ്റേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡാം ഷുവർ ക്വസ്റ്റ്യൻ ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റുകളിൽ ഒരു ഏരിയ ആണ് അത്. നമുക്ക് പല പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത് ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ഓഥർ ഓഫ് ഡ്രീം ചിൽഡ്രൻ എ റിവറി, ആരുടെയാണ്? ഡ്രീം ചിൽഡ്രൻ ചാൾസ് ലാംബിന്റെ ആണ് ഡ്രീം ചിൽഡ്രൻ എന്ന് പറയുന്ന വർക്ക്.
The growth of a poet mind as the alternate title of a work by dash. പ്രില്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോബയോഗ്രഫിക്കൽ പോയത്തിന്റെ ഓൾട്ടർനേറ്റ് ടൈറ്റിൽ ആണ് ദ ഗ്രോത്ത് ഓഫ് എ പോയിറ്റ് മൈൻഡ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്കറിയാം പ്രില്യൂഡ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് പോയറ്റ് ആയിട്ടുള്ള വേർഡ്സ്വർത്തിന്റെ വർക്കാണ്. ഈ രണ്ട് ബുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, രണ്ടും ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി ഹൂ റോട്ട് ദ വർക്ക് എന്നാകണം എന്നില്ല. ഇപ്പോ ഗ്രോത്ത് ഓഫ് പോയറ്റ് മൈൻഡ് ആസ് ദ ഓൾട്ടർനേറ്റ് ടൈറ്റിൽ, ശരിക്കും പ്രില്യൂഡ് എന്ന് പറഞ്ഞ ടൈറ്റിൽ മാത്രമേ നിങ്ങൾക്ക് പരിചയമുള്ളൂ എങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രീം ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് ഇതൊന്നും സബ് ടൈറ്റിൽസ് നോക്കിയിട്ടില്ല എങ്കിലോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. സോ ലിറ്ററേച്ചറിൽ ഒരുപാട് വർക്ക്സിന് സബ് ടൈറ്റിൽസ് ഉള്ള വർക്ക്സ് ഉണ്ട്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സബ് ടൈറ്റിൽസും കൂടി ചെക്ക് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. പോയറ്റിക് ഫീച്ചേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നത് ലാംഗ്വേജും അല്ലെങ്കിൽ പോയറ്റിക് ഫീച്ചേഴ്സും ഒരു പോയം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു മെയിൻ എയിം ഓഫ് ടീച്ചിങ് പോയിട്രി എന്ന് പറയുന്നത് ഒരിക്കലും ലാംഗ്വേജ് പഠിപ്പിക്കാനല്ല, ആ ഒരു ലാംഗ്വേജിന്റെ ഏറ്റവും ഭംഗിയുള്ള യൂസേജ് പഠിപ്പിക്കാനാണ്. സോ നമുക്ക് പോയറ്റിക് ഫീച്ചേഴ്സിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഒരു കൺസെപ്റ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എ കപ്ലെറ്റ് ആസ് എ സെറ്റ് ഓഫ് ഡാഷ്. പോയറ്റിക് ഫീച്ചേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പോയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എത്ര സ്റ്റാൻസ, എത്ര ലൈൻസ്, ഏത് റൈം സ്കീമാണ്, അല്ലെങ്കിൽ അലിട്രേഷൻ, അസൊണൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരാവുന്നതാണ്. കപ്ലെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് 2 ലൈൻസ് ആണ്. നമുക്ക് ഷേക്സ്പിയറിന്റെ സോണറ്റ്സിലാണ് കപ്ലെറ്റിന്റെ ഈ ഒരു ലൈൻ നമ്പർ ഒക്കെ നമുക്ക് വ്യക്തമാക്കുന്നത്. 4 quatrains, 3 quatrains and 1 couplet. 3 into 4 12 and 12 plus 2 couplet 2 വരുമ്പോൾ 14 ആണ് സോണറ്റിന്റെ ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ സ്ട്രക്ചർ വരിക. A line for a term for lines of iambic pentameter that rhyme in pairs. ഇതൊരു നമ്മളൊന്ന് വലയ്ക്കുന്ന ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഇല്ല, കാരണം അയംബിക് പെന്റാമീറ്റർ നമ്മൾ എപ്പോഴും നമ്മുടെ മജോറിറ്റി പോയിന്റ്സ് ഒക്കെ നമ്മൾ എഴുതി നമ്മൾ വിശ്വസിക്കുന്നത് ഈ അയംബിക് പെന്റാമീറ്റർ ലൈൻസിലാണ്. ആൻഡ് ഈ ഒരു ടേം എന്ന് പറയുന്നത് ഹീറോയിക് കപ്ലെറ്റ് ആണ്. നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്നും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ ഹീറോയിക് കപ്ലെറ്റ് എന്താണെന്ന് മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്, എന്താണ് ബ്ലാങ്ക് വേഴ്സ്, എന്താണ് റൈം റോയൽ സ്റ്റാൻസ, എന്താണ് ടേഴ്സ റൈമ ഒക്കെ ചെക്ക് ചെയ്യണം. ആൻഡ് ഹീറോയിക് കപ്ലെറ്റ് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പോയിട്രി സ്റ്റൈലാണ്. കോമൺലി നമ്മൾ എപ്പിക്കലും നറേറ്റീവ് പോയിറ്റ്സിലും ഒക്കെയാണ് ഈ പറയുന്ന ഹീറോയിക് കപ്ലെറ്റ് യൂസ് ചെയ്യാറ്. ആൻഡ് ഹീറോയിക് കപ്ലെറ്റ് നമ്മൾ റൈമിംഗ് പെയേഴ്സിലാണ് അയംബിക് പെന്റാമീറ്ററിലാണ് കൺസ്ട്രക്ട് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിട്ട് പോകേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ സമയം എടുത്ത് തന്നെ പഠിക്കേണ്ട, കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പല പോയട്രിയിലും ഒക്കെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ചിലപ്പോൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ഡയറക്ട്ലി ഇങ്ങനത്തെ ഈ ഒരു ഡിനോട്ടേഷനെ നമ്മൾ എന്താണ് പറയുക എന്നൊരു ക്വസ്റ്റ്യൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് വരാം. അല്ല, ചിലത് ഒരു ലൈൻ തന്നിട്ട് ഈ ലൈനിലുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതാണ് എന്നും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഗിവൻ ബിലോ ഡിനോട്ട്സ് എക്സാഗ്രേഷൻ. എക്സാഗ്രേറ്റ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഹൈപ്പർബോളിലാണ്. Which of the following figures of speech denotes double meaning? Pun. ഷേക്സ്പിയറിന്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഷേക്സ്പിയർ ക്യൂബിൾ ആൻഡ് പൺ വെച്ചിട്ട് ഒരുപാട് എന്താ പറയുക എക്സ്പെരിമെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ തന്റെ വർക്ക്സിൽ ഒരുപാട് ഡബിൾ മീനിങ്സ് യൂസ് ചെയ്യുന്ന റൈറ്ററാണ് ഷേക്സ്പിയർ എന്ന് പറയാറുണ്ട്. ഷേക്സ്പിയറിന്റെ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാകണം. നിങ്ങളൊരു ദിവസം സമയം എടുത്തിട്ട് തന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഒരു 25 ഡേയ്സിലെ 25 ടോപ്പിക്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇത്രയും പഠിച്ചിട്ട് പോയ ഒരു പരീക്ഷയ്ക്ക് പാസ്സാവാൻ സാധിക്കുമോ എന്ന്. പക്ഷെ നിങ്ങൾ തന്നെ പറയുക, ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്താൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ലേ? അതിനകത്ത് ഒന്നും അറിയില്ല എന്നുള്ള ഒരു ധാരണയിൽ പോയിരിക്കേണ്ടി വരില്ലേ? അത് നമ്മുടെ ഉറപ്പാണ്. കാരണം ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ തന്നെ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ബ്രഷപ്പ് ചെയ്യാനും പറ്റും, കുറേ കാര്യങ്ങൾ
പുതുതായിട്ട് നമുക്ക് അക്വയർ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. സോ മുമ്പിലുള്ള സമയം എത്രയും ആയിക്കോട്ടെ, വളരെ കുറച്ച് സമയമാണെങ്കിലും നിസ്സാരം അതിനെ കൺസിഡർ ചെയ്ത് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക. മാക്സിമം ട്രൈ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.